ഐ എം ഗോയിങ് ടു ഹോം ആഫ്റ്റർ സം ടൈം സെന്റൻസ് റോങ് ആണ്. എന്നാൽ ഐ എം ഗോയിങ് ടു കാലിക്കറ്റ് ആഫ്റ്റർ സം ടൈം സെന്റൻസ് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണിത്? അതായത് ഹോമിന് കൂടെ ടു എന്ന് യൂസ് ചെയ്യില്ല. എന്തുകൊണ്ട്? ഹോം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ആഡ്വേർബ് ആയിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് കൂടെ ടു എന്ന പ്രപ്പോസൻ യൂസ് ചെയ്യാറില്ല. ഇതുപോലെ തന്നെ മറ്റുള്ള പദങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എവ്രിവെയർ. അടുത്ത ആഴ്ച ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ പോവുകയാണ്. എങ്ങനെ പറയും? വി ആർ ഗോയിങ് എവ്രിവെയർ നെക്സ്റ്റ് വീക്ക്. വി ആർ ഗോയിങ് എവ്രിവെയർ ഹിയർ നെക്സ്റ്റ് വീക്ക്. വി ആർ ഗോയിങ് ടു എവ്രിവെയർ എന്ന് പറയരുത്. അതുപോലെ തന്നെ എനിവെയർ എന്ന് പറയുമ്പോഴും ആർ യു ഗോയിങ് ടു എനിവെയർ ഇസ് റോങ്. ആർ യു ഗോയിങ് എനിവെയർ ഇസ് കറക്റ്റ്. ഓക്കെ. അല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ ഒരിടത്ത് പോവാണ്. എങ്ങനെ പറയും? വി ആർ ഗോയിങ് സംവെയർ ആഫ്റ്റർ സം ടൈം. ഇത് തന്നെ വി ആർ ഗോയിങ് ടു സംവെയർ എന്ന് പറയുമ്പോൾ സെന്റൻസ് റോങ് ആണ്. അതുപോലുള്ള മറ്റൊരു പദമാണ് എബ്രോഡ്. ഗോയിങ് ടു എബ്രോഡ് എന്ന് പറയരുത്. അടുത്ത വർഷം ഞങ്ങൾ വിദേശത്ത് പോവാണ്. വി ആർ ഗോയിങ് എബ്രോഡ് നെക്സ്റ്റ് ഇയർ. ഗോയിങ് ടു എബ്രോഡ് എന്ന് പറയരുത്. അതുപോലെ തന്നെയാണ് അപ്സ്റ്റേഴ്സ്. ഓക്കെ. മുകളിലോട്ട് പൊയ്ക്കോളൂ. എങ്ങനെയാ പറയാ? ഗോ ടു അപ്സ്റ്റേഴ്സ് എന്നല്ല പറയാ, ഗോ അപ്സ്റ്റേഴ്സ് പ്ലീസ് എന്നാണ് പറയാ. അതുപോലെ തന്നെ താഴോട്ട് പോവൂ. താഴോട്ട് പടികൾ ഇറങ്ങി, സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് പോവൂ. എങ്ങനെയാണ് പറയുന്നത്? ഗോ ഡൗൺ സ്റ്റേഴ്സ് എന്നാണ് പറയാ. ഗോ ഡൗൺ സ്റ്റേഴ്സ്. ഓക്കെ. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. നീ വീട്ടിലേക്ക് പോകുകയാണോ അല്പസമയം കഴിഞ്ഞ്? ഞാനൊരു ഓപ്ഷൻ തരാം. ആർ യു ഗോയിങ് ടു ഹോം ആഫ്റ്റർ സം ടൈം ഓർ ആർ യു ഗോയിങ് ഹോം ആഫ്റ്റർ സം ടൈം? വിച്ച് സെന്റൻസ് ഈസ് കറക്റ്റ്? ചൂസ് യുവർ ആൻസർ ആൻഡ് കമന്റ് ബിലോ.